ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തിരിതെളിഞ്ഞു. പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം തൊടുപുഴയിൽ ആരംഭിച്ചു. NDA സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ വെങ്ങല്ലൂർ കോളനി ബൈപ്പാസ് റോഡിലാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. 21-ാം തീയതി മുതൽ സ്ഥാനാർത്ഥി പ്രചരണ പരിപാടികൾക്കായി നേരിട്ടെത്തും. തൊടുപുഴ നഗരത്തിലെ റോഡ് ഷോയോട് കൂടിയാണ് സംഗീത വിശ്വനാഥിന്റെ മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. തൊടുപുഴയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം NDA സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അതായത് ഇനി അടുത്ത 10, 15, 20 വർഷക്കാലം NDA ഭരണം തന്നെയായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു ജനതയുടെ മുമ്പിലേക്കാണ് നമ്മൾ ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനുമായി മുമ്പോട്ട് ചെല്ലുന്നത്. ഇത് നമുക്കറിയാം, ശമ്പളം പോലും കൊടുക്കാൻ മാർഗമില്ലാതെ കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും പടവലങ്ങ പോലെ താഴേക്ക് വളർന്നതല്ലാതെ ഒന്നും ചെയ്യുവാൻ മാറി വന്ന ഒരു സർക്കാരിലും കഴിഞ്ഞിട്ടില്ല. തുടർന്ന് ഘടകകക്ഷി നേതാക്കളെ പങ്കെടുപ്പിച്ച് യോഗം ചേർന്നു. യോഗത്തിൽ സംഗീത വിശ്വനാഥിന്റെ പ്രചാരണ പരിപാടികൾ സംബന്ധിച്ച അവസാനഘട്ട തീരുമാനങ്ങളെടുത്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, BJP മേഖലാ പ്രസിഡന്റ് N ഹരി, BDJS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ, BJP ജില്ലാ പ്രസിഡന്റ് അജി, മറ്റ് ഘടകകക്ഷി നേതാക്കളും പരിപാടിയിൽ സംസാരിച്ചു. ജനം, ഇടുക്കി.